നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിനെ അവൻ തന്റെ അരികിലേക്ക് അടുത്തേക്ക് നിർത്തുന്നതാണ്. ഫയദഉ അലൈഹി കനഫഹു വയസ്തുറു, അവന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മറയിടുന്നതാണ്. മറ്റു ജനങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ മറച്ചു പിടിക്കുന്നതാണ്. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അതഅരിഫു ദംബ കദാ, നീ ചെയ്ത ഇന്ന തെറ്റ് അത് നിനക്കറിയില്ലേ? അതഅരിഫു ദംബ കദാ, നീ ഇന്ന ദിവസം ചെയ്ത ഇന്ന തെറ്റ് നിനക്കറിയില്ലേ? ചില ഹദീസുകളിൽ കാണാം, അവൻ ചെയ്തു പോയ ചെറിയ ചെറിയ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, നീ ഇത് ചെയ്തത് നിനക്കറിയില്ലേ? അവന്റെ ഹൃദയം ഭയം കൊണ്ട് നിറയുന്നത്, ഈ ചെറിയ തെറ്റുകൾ അല്ലാഹു എന്നോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ വലിയ തെറ്റുകൾ അതിന്റെ കാര്യം എന്താണ് എനിക്ക് പറയാനുള്ള മറുപടി എന്ന ഭയം കൊണ്ട് അവന്റെ ഹൃദയം നിറയുന്നതാണ്. അവൻ പറയും, നഅം ഐ റബ്ബ്, അല്ലാഹുവേ, ഈ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ തെറ്റുകൾ എന്റെ അരികിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അങ്ങനെ അല്ലാഹു അവൻ ചെയ്ത തെറ്റുകൾ അവൻ കാണിച്ചു കൊടുക്കും, അവൻ ബോധ്യപ്പെടുത്തി നൽകും. വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക്, ആ മനുഷ്യൻ അവൻ ഹൃദയത്തിൽ വിചാരിക്കുന്നത്, അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നത് അവൻ തകർന്നു പോയിരിക്കുന്നു എന്നാണ്, അവൻ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പോവുകയാണ് എന്ന് അവന്റെ ഹൃദയത്തിൽ വിചാരിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, സതർതുഹാ അലൈക ഫി ദുനിയ, ഈ തിന്മകളെല്ലാം ഞാൻ ദുനിയാവിൽ നിനക്ക് വേണ്ടി മറച്ചു വെച്ചിരുന്നു. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഈ തെറ്റുകൾ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറൻ ഗഫാറൻ റഹ്മാനൻ റഹീമൻ, അവന്റെ മഗ്ഫിറത്തിന്റെ വലിപ്പം നോക്കൂ നിങ്ങൾ. ചെറിയ തിന്മകൾ അവൻ വിചാരിക്കും, എന്റെ വലിയ തിന്മകൾ അവൻ തിരിച്ചു ചോദിക്കും, അല്ലാഹുവേ, വലിയ വലിയ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവനോട് പറയും, അന സതർതുഹാ ലക ഫി ദുനിയ, ആ തിന്മകൾ ദുനിയാവിൽ ഞാൻ നിനക്ക് വേണ്ടി മറച്ചു വെച്ച് നൽകിയതാണ്. വഅന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാൻ നിനക്ക് അവ പുറത്തു നൽകുന്നതാണ്. ഫയുഅ്താ കിതാബ ഹസനാതിഹി, അവന്റെ നന്മകൾ രേഖപ്പെടുത്തിയ ഏടുകൾ അവന്റെ കയ്യിൽ നൽകപ്പെടും. ആ കിതാബിൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഏടുകളിൽ നന്മകൾ മാത്രമാണുള്ളത്, അവൻ ചെയ്ത തിന്മകൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ തന്റെ കുടുംബക്കാർക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്റെ കിതാബ് വായിച്ചു നോക്കൂ എന്നാണ്. എന്തുകൊണ്ടാണ് അവനത് പറയാൻ കഴിയുന്നത്? അവന്റെ തിന്മകൾ അതിലില്ല, അത് അല്ലാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ആ കിതാബ് അവന് നൽകപ്പെടുന്നതാണ്. വഅമ്മൽ കാഫിർ വൽ മുനാഫിഖൂൻ, എന്നാൽ അല്ലാഹുവിനെ നിഷേധിച്ചവർ, ശിർക്ക് ചെയ്തവർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, വൽ മുനാഫിഖൂൻ, ഹൃദയത്തിൽ കപടത കൊണ്ട് നടന്നവർ, കപട വിശ്വാസികളായവർ, ഫയഖൂലുൽ അഷ്ഹാദ്, സാക്ഷ്യം വഹിക്കുന്ന മലക്കുകൾ അന്ന് വിളിച്ചു പറയും, ഹഉലാഇല്ലദീന കദബു അലല്ലാഹ്, ഹഉലാഇല്ലദീന കദബു അലാ റബ്ബിഹിം, ഇദാ തങ്ങളുടെ റബ്ബിന്റെ മേൽ കള്ളം കെട്ടി ചമച്ചവർ, അലാ ലഅനതുല്ലാഹി അലൽ ളാലിമീൻ, അതിക്രമം പ്രവർത്തിച്ചവർക്ക് മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് അവർ വിളിച്ചു പറയും. സഹോദരങ്ങൾ, ഏതിലാണ് ഉൾപ്പെടേണ്ടത്? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിൽ 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. ഒറ്റ മജ്ലിസിൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു നൽകണമേ, അവിടുന്ന് അത് പറഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ അതിന് എത്രമാത്രം ആവശ്യക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അത് ലഭിക്കുന്നത് അതിൽ പ്രതീക്ഷ അർപ്പിച്ചവർക്കാണ്, അതിനുവേണ്ട പ്രവർത്തനം ചെയ്തവർക്കാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്.